കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകൾ. ശശി തരൂരിനെ നേതൃത്വം ഒഴിവാക്കുകയാണോ അതോ തരൂർ സ്വയം ഒഴിവാകുകയാണോ എന്നതായിരുന്നു ചിലരുടെ സംശയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF പ്രചരണത്തിന് ശശി തരൂരിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. പ്രചരണത്തിനെത്താൻ തന്നെ ക്ഷണിക്കാത്തതാണ് ശശി തരൂരിന്റെ പരിഭവം. വിദേശത്തായിരുന്ന തരൂർ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അതൃപ്തി പരസ്യമാക്കി. ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന ശേഷം കാണണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി. മികച്ച പോളിംഗിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നീങ്ങുന്നതിനിടെ ഉച്ചയ്ക്ക് 12:45 ശശി തരൂരിന്റെ പ്രതികരണം. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും തരൂർ സമ്മതിച്ചു. പല കാര്യങ്ങൾ പബ്ലിക്ലി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പാർട്ടിയുടെ അകത്ത് അവരൊപ്പം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ് നല്ലത്. ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു അംഗമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എന്നെക്കുറിച്ചുള്ള എന്താണ് വിചാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ പറയട്ടെ. എന്നാൽ ശശി തരൂരിന്റെ വാദം തെറ്റെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് നേതൃത്വം താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ടു. KC വേണുഗോപാലിൽ തുടങ്ങി അലോഷ്യസ് സേവ്യർ വരെ 40 പേരുള്ള പട്ടികയിൽ 8ാമത്തെ പേരാണ് തരൂരിൻ്റേത്. അദ്ദേഹത്തിന്റെ തിരക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി നമുക്കെല്ലാം അറിയാവുന്നതാണ്. ശശി തരൂരിന്റെ നേതൃത്വം ഒഴിവാക്കിയിട്ടില്ല എന്ന് കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ വ്യക്തം. വിദേശത്താണെങ്കിലും ക്ഷണിച്ചാൽ എത്തിയേനെ എന്ന് തരൂരും ഉറപ്പിച്ചു പറയുന്നു. തരൂരിന്റെ ഈ പരിഭവങ്ങൾ നേതൃത്വം എങ്ങനെ പരിഹരിക്കുമെന്ന് കണ്ടറിയാം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സംഘത്തെ നയിച്ചതിലുള്ള രസക്കേട് തരൂരിനോട് കോൺഗ്രസ് നേതൃത്വത്തിന് മാറും മുൻപാണ് അടുത്ത പരസ്യ നീക്കം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.